ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണി ടോക്കിലൂടെ നമ്മൾ പുതിയൊരു സംരംഭവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാവുന്ന വലിയ മുതൽ മുടക്കില്ലാത്ത ഒരു ചെറിയൊരു സംരംഭമാണ് എന്ന് പറയാൻ പോകുന്നത്. ഇത് ചെറിയ സംരംഭമാണ് എന്ന് കരുതി നിങ്ങളാരും തള്ളിക്കളയണ്ട. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നല്ല വരുമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു സൈഡ് ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെയിൻ ബിസിനസ്സായിട്ട് തന്നെ ഇത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. മറ്റൊന്നുമല്ല, നമ്മൾ റീസെല്ലിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ചില പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അവയെ മറ്റു പാക്കറ്റുകളിലാക്കി ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി വിപണിയിലെത്തിക്കുകയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകൾ ചായപ്പൊടി, കോഫി പൗഡർ, മസാല പൗഡർ ഇതുപോലുള്ളവ നമ്മൾ കൊണ്ടുവന്ന് ബൾക്കായിട്ട് നമ്മളെടുത്ത് അതിന് നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ റീസെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമുക്കൊരു ചെറിയൊരു കോസ്റ്റ്, പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള കോസ്റ്റ് മാത്രം മതി. പിന്നെ അതുപോലെ പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസും പാക്കിംഗ് മെഷീനും മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാവുന്ന ബിസിനസ്സാണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് വീട്ടിലിപ്പം ഒരു ചെറിയൊരു മുറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ വീട്ടിലെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വീട്ടിലുള്ള ആൾക്കാർ മാത്രം മതിയാവും ഇത് സെയിൽ ചെയ്യാനായിട്ടും ഇത് പാക്ക് ചെയ്യാനായിട്ടുമൊക്കെ. നമുക്ക് അപ്പം ലേബർ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവഴി വരുന്ന വരുമാനം നല്ലൊരു വരുമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബൾക്കായിട്ട് എടുക്കുമ്പം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും. ഈ പ്രോഡക്റ്റിനെ നിങ്ങൾ ചില പൊടിക്കൈകളൊക്കെ ചെയ്യേണ്ടി വരും നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട്. ഇതിൽ മായം ചേർക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. ഇപ്പം ചായപ്പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബൾക്കായിട്ട് ചായപ്പൊടി നല്ല ഗ്രേഡ് ക്വാളിറ്റിയിലുള്ള ചായപ്പൊടികളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് അവയിൽ നിങ്ങൾ ഏലക്കായൊക്കെ ചേർക്കുകയാണെങ്കിൽ ഏലക്ക ചേർത്തിട്ട് അത് നിങ്ങൾക്ക് കാർഡമം ടീ ആയിട്ട് നിങ്ങൾക്ക് വിപണിയിലെത്തിക്കാൻ സാധിക്കും. അതുപോലെ മസാലാസ് മിക്സ് ചെയ്തിട്ട് മസാല ടീ ആക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളുള്ള ചായപ്പൊടികളാക്കി വിപണിയിലെത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ മൂല്യം നിങ്ങളുടെ പ്രോഡക്റ്റിന് വിപണിയിൽ ലഭ്യമാകും. അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ നല്ല ഗുണമേന്മയുള്ള മസാലപ്പൊടികൾ നിങ്ങൾ തന്നെ വീട്ടിൽ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ അത് എപ്പോഴും മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഹോം മെയ്ഡ് മസാലപ്പൊടികൾക്ക് ആവശ്യക്കാരേറെയാണ്. അതിൻ്റെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് അവർ നോക്കുന്നത്. അങ്ങനെ നിങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ട്രസ്റ്റിലെത്തിയ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം നിങ്ങൾക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചാൽ നിങ്ങളുടെ ബിസിനസ് ക്രമേണ വളരുക തന്നെ ചെയ്യും. നല്ല ലാഭം കിട്ടുന്ന ബിസിനസ്സുകളാണ് ഈ റീറ്റെയിൽ അല്ലെ റീസെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ കോഫി പൗഡറുകൾ, അത് വ്യത്യസ്തമായിട്ടുള്ള കോഫികൾ, അതിനകത്തൊക്കെ പലതരത്തിൽ നമുക്ക് ഏലക്ക മിക്സ് ചെയ്താം, ഉലുവ മിക്സ് ചെയ്താം, അങ്ങനെ നമുക്ക് പലതരത്തിൽ വെറൈറ്റിയിലുള്ള മിക്സിംഗ് ആയിട്ടുള്ള കോഫി പൗഡറുകൾ വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മൾ ഈ ഹോൾസെയിൽ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ അതിൻ്റെ കൂടെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മെറ്റീരിയൽസ് ചേർത്ത് അതിനെ നമ്മൾ വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനമാണ് നമുക്കിതുവഴി ലഭ്യമാകുക. ഒരിക്കലും നമ്മൾ ഫുഡ് പ്രോഡക്റ്റുകളിൽ മായം ചേർക്കാനായിട്ട് ശ്രമിക്കരുത്. അത് തെറ്റാണ്, നിയമപരമായി കുറ്റകരമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കൽ നമ്മുടെ വിശ്വാസം കസ്റ്റമേഴ്സിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ് ടു നമ്മൾ പോകുന്ന ജേണിയിൽ എപ്പോഴും നമ്മുടെ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ആ ബ്രാൻഡിൻ്റെ പേര് നിലനിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ബിസിനസ് വീട്ടിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് ലേബർ കോസ്റ്റ് അഡീഷണൽ വരുന്നില്ല, മറ്റ് ചിലവുകളൊന്നും അഡീഷണൽ വരുന്നില്ല. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് ഇത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.